ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു സ്ക്വിഷി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് സെൻറ്ററൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ ഡ്രോയിങ് ചെയ്താൽ മതി. അത് ഡ്രോയിങ് ചെയ്ത് കളർ ചെയ്താലും മതി. ഞാനിതുപോലെ എൻ്റെ കയ്യിലുള്ള ഒരു ബണ്ണിൻ്റെ സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കിയത്, അതാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഇതുപോലെ ഈ രണ്ട് സൈഡും മാത്രം ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ ഈ രണ്ട് സൈഡും ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. സ്ക്വിഷിക്ക് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ പഞ്ഞിയാണല്ലോ. അപ്പോൾ പഞ്ഞി എടുത്തിട്ടുണ്ട്, ഡോളിന് കിട്ടും, പില്ലോന്ന് കിട്ടും, അങ്ങനെയൊക്കെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ മതി, കടയിൽ നിന്ന് പോയ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ പ്ലാസ്റ്റിക് കവർ അതും മതി. അത് നിങ്ങൾ നല്ല ഇൻസൈഡിൽ നല്ല ഫില്ല് ചെയ്യുക. കോട്ടൺ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും എല്ലാം നല്ല ഫില്ല് ചെയ്യണം. കാരണം ആ സ്ക്വിഷി ഇങ്ങനെ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടാണ് ഇതിന് പ്രത്യേകത. പിന്നെ ഞാൻ അവിടെ ഒന്നിങ്ങനെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. ബൈ ബൈ.